അതിർത്തിയിലെ മഞ്ഞുമൂടിയ പർവ്വതനിരകളിലെ ശത്രുക്കളുടെ ചലനങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ഇന്ത്യ പുതിയ മൗണ്ടൻ റഡാറുകൾ സ്ഥാപിക്കാൻ പോകുന്നു. ശത്രുക്കൾ വിമാനങ്ങളും ഡ്രോണുകളും റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് മിസൈലുകളും എല്ലാം നിഷ്പ്രയാസം കണ്ടെത്താൻ ഇന്ത്യൻ വ്യോമസേന ഒരുക്കുന്ന പുതിയൊരു കെണിയാണ് ഇത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം നമുക്ക് പർവ്വത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്നൊന്ന് പരിശോധിക്കാം. നിരപ്പായ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പോലെയല്ല വലിയ പർവ്വതനിരകളിൽ റഡാറുകൾ പ്രവർത്തിക്കുന്നത്. ലഡാക്ക്, ലൈൻ ഓഫ് കൺട്രോൾ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ ശത്രുക്കൾ ടെറൈൻ മാസ്കിംഗ് എന്ന തന്ത്രം ഉപയോഗിക്കാറുണ്ട്. അതായത് വലിയ മലനിരകളുടെയും താഴ്വരകളുടെയും മറവിലൂടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ വളരെ താഴ്ന്നു പറന്ന് ആക്രമണം നടത്തുക. ഒരു വലിയ മലയുടെ പിന്നിലൂടെ ഒരു വിമാനം താഴ്ന്നു പറന്നാൽ മലയുടെ മുൻവശത്തുള്ള റഡാറിന് ആ വിമാനത്തിനെ കാണാനായിട്ട് കഴിയില്ല. ഇതിനെ റഡാർ ഷാഡോ സോൺ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു വലിയ പോരായ്മ പരിഹരിക്കാനാണ് ഇന്ത്യൻ വ്യോമസേന പുതിയ മൗണ്ടൻ റഡാറുകൾ കൊണ്ടുവരുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘനാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു പർവ്വത പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാധുനിക റഡാറുകൾ. ഈ ആവശ്യപ്രകാരം 2 മൗണ്ടൻ റഡാറുകൾ ഇപ്പോൾ നിർമ്മിക്കുന്നതിനായിട്ട് 1950 കോടി രൂപയുടെ കരാറിലാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 2026 മാർച്ച് 31 ഒപ്പുവെച്ചിരിക്കുന്നത്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. പൂർണ്ണമായും തദ്ദേശീയമായിട്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ കീഴിലാണ് ഈ കരാറ്. DRDOയുടെ കീഴിലുള്ള ലബോറട്ടറി ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഈ റഡാർ വികസിപ്പിച്ചെടുത്തത്. അങ്ങനെ നമുക്കിതിനെ ഒരു 100% ദേശി അല്ലെ സ്വദേശി റഡാർ എന്ന് തന്നെ അഭിമാനപൂർവ്വം വിളിക്കാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്റ്റിൻ്റെ പിന്നിൽ വളരെ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ട് 12 ഹൈ പവർ റഡാറുകൾ നിർമ്മിക്കാനായിട്ട് മുൻപ് തന്നെ ലാർസൻ ആൻഡ് ടൂബ്രോ L&Tക്ക് കരാർ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഹൈ പവർ റഡാറുകളുടെ സാങ്കേതികവിദ്യ തന്നെയാണ് പുതിയ മൗണ്ടൻ റഡാറുകളിലും ഉപയോഗിക്കുന്നത്. പർവ്വത പ്രദേശങ്ങളിലെ അതികഠിനമായ തണുപ്പും മോശം കാലാവസ്ഥയും അതിജീവിക്കുന്നതിനായിട്ട് പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയാണ് BEL ഈ 2 മൗണ്ടൻ റഡാറുകൾ നിർമ്മിക്കുന്നത്. അതായത് 12 സാധാരണ ഹൈ പവർ റഡാറുകളും പർവ്വതങ്ങൾക്ക് വേണ്ടിയുള്ള 2 മൗണ്ടൻ റഡാറുകളും ഉൾപ്പെടെ മൊത്തത്തിൽ 14 റഡാറുകളുടെ ഒരു വമ്പൻ ശൃംഖലയാണ് ഇന്ത്യ അതിർത്തികളിൽ ഒരുക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ സാങ്കേതിക സവിശേഷതകൾ ലളിതമായ ഭാഷയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. പഴയകാല റഡാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവ നിരന്തരം വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ആൻറ്റിനകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവ ഒരു വശത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ മറുവശത്തൂടെ ശത്രുക്കൾ വന്നാൽ അറിയാൻ സാധിക്കില്ല. ഒരു വട്ടം കറങ്ങി തിരികെ വരാനെടുക്കുന്ന കുറച്ച് സെക്കൻഡുകൾ മതിയാകും അതിവേഗ മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട്. എന്നാൽ നമ്മുടെ പുതിയ HPR മൗണ്ടൻ റഡാറുകൾ 4D EISA സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് കറങ്ങുന്ന ഭാഗങ്ങളില്ല. പകരം ഒരു ചതുരപ്പെട്ടിയുടെ 4 വശത്തും നിരപ്പായ പാനലുകൾ പോലെയാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. യാതൊരുവിധ കറക്കവും കൂടാതെ തന്നെ സെക്കൻഡിൻ്റെ 1000-ൽ-1 സമയം കൊണ്ട് 360 ഡിഗ്രിയിലും ഇവയ്ക്ക് ചുറ്റുപാട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ലക്ഷ്യസ്ഥാനത്തിൻ്റെ ദൂരം, ദിശ, ഉയരം, വേഗത എന്നീ 4 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കും. മറ്റൊരു പ്രധാന സവിശേഷത ഇതിൻ്റെ ഡ്യുവൽ ബാൻഡ് സാങ്കേതികവിദ്യയാണ്. അതായത് L ബാൻഡ്, S ബാൻഡ് എന്നിങ്ങനെ 2 തരം റേഡിയോ തരംഗങ്ങൾ ഇത് ഒരേ സമയം ഉപയോഗിക്കും. അതായത് സാധാരണ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ പ്രത്യേക പെയിൻറ്റിങ്ങും ഡിസൈനും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചൈനയുടെ J-20 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താനായിട്ട് ഈ L ബാൻഡ് തരംഗങ്ങൾ വളരെ സഹായകരമാണ്. 400 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള റഡാറുകൾക്ക് അതിശക്തമായ പവർ മൊഡ്യൂളുകളാണ് ഉള്ളത്. വെറും 2 സ്ക്വയർ മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഡ്രോണിനെ പോലും 300 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ കണ്ടെത്താനായിട്ട് ഇതിന് സാധിക്കും. ഇതുകൂടാതെ വളരെ ശക്തമായ ആൻറ്റി ജാമിംഗ് സിസ്റ്റവും ഇതിലുണ്ട്. അതായത് ശത്രുക്കൾക്ക് ഈ റഡാറിൻ്റെ സിഗ്നലുകളെ തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കില്ല. സ്വന്തം വിമാനങ്ങളെയും ശത്രു വിമാനങ്ങളെയും തിരിച്ചറിയാനുള്ള IFF അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഫ്രണ്ട് ഓർ ഫോ സംവിധാനവും അതുപോലെ 0-ലും താഴെയുള്ള കഠിനമായ തണുപ്പിനെ അതിജീവിക്കാനുള്ള പ്രത്യേക താപനിയന്ത്രണ യൂണിറ്റുകളും ഇതിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഡാറുകളിൽ ഒന്നായിട്ട് മാറ്റുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകൾക്ക് ന്യായമായ സംശയം വരും, ചൈനയുടെ കയ്യിൽ ഇതിലൊക്കെ കൂടിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അപ്പം നമ്മുടേത് ഇൻഫീരിയർ സിസ്റ്റം ആവില്ലേ എന്നൊക്കെ.
ചൈന ലോകത്തിൻ്റെ മുമ്പിൽ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിരുന്ന ഒന്നാണ് അവരുടെ JY-27 എന്ന VHF റഡാറുകൾ, അതായത് വെരി ഹൈ ഫ്രീക്വൻസി റഡാറുകൾ. ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ വില കൊടുത്ത് ഇവ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഈ ചൈനീസ് റഡാറുകൾ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. ചൈനീസ് റഡാറുകൾ പരാജയപ്പെടാൻ പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ചൈനീസ് റഡാറുകൾ പഴയതുപോലെ കറങ്ങുന്ന റഡാറുകളായതുകൊണ്ട് സിഗ്നലുകൾ പുതുക്കാനായിട്ട്, അതായത് അതിൻ്റെ റിഫ്രഷ് റേറ്റ് കൂടുതൽ സമയമെടുക്കുമായിരുന്നു. പിന്നെ റഡാർ ശത്രുവിനെ കണ്ടാലും ആ വിവരം ഉടനെ തന്നെ മിസൈലുകളെ അറിയിക്കാനായിട്ടുള്ള നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ ഇതിനില്ലായിരുന്നു. മൂന്നാമതായിട്ട്, ശത്രുവിനെ കാണാൻ കഴിഞ്ഞാലും കൃത്യമായി എവിടെയാണ് ലക്ഷ്യം എന്ന് മിസൈലുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഫയർ കൺട്രോൾ ശേഷിയും ഈ റഡാറുകൾക്കില്ലായിരുന്നു. പക്ഷേ നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്ത മൗണ്ടൻ റഡാറുകൾ ഈ പോരായ്മകളെല്ലാം പരിഹരിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതിലെ 4D ഐസ പാനലുകൾക്ക് കറങ്ങേണ്ട ആവശ്യമില്ലാത്തതിനാൽ ടാർഗറ്റിനെ 1 സെക്കൻഡ് പോലും കണ്ണിൽ നിന്നും വിടാതെ പിന്തുടരാനായിട്ട്, അതായത് ഒരു സീംലെസ് ട്രാക്കിംഗ് സാധിക്കും. അതുമാത്രമല്ല, കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈലുകളെ തൊടുത്തുവിടാൻ സഹായിക്കുന്ന ഫയർ കൺട്രോൾ ക്വാളിറ്റി നമ്മുടെ റഡാറുകൾക്ക് ഉണ്ട്. ശത്രുക്കളുടെ ജാമിംഗ് ശ്രമങ്ങളെ ചെറുക്കുന്നതിനും ഇന്ത്യൻ സാങ്കേതികവിദ്യയാണ് ഏറെ മുമ്പിൽ. LNT നിർമ്മിക്കുന്ന 12 ഹൈ പവർ റഡാറുകളും BL നിർമ്മിക്കുന്ന 2 മൗണ്ടൻ റഡാറുകളും ഉൾപ്പെടെ 14 റഡാറുകൾ അതിർത്തിയിൽ ഒരു വമ്പൻ റഡാർ മതിൽ തന്നെ തീർക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലും വടക്ക് കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിലെ ഫുട്സെറോയിലുമാണ് പ്രധാനമായും ഈ മൗണ്ടൻ റഡാറുകൾ സ്ഥാപിക്കുക. ഇത് ലഡാക്കിലെയും അരുണാചൽ പ്രദേശിലെയും ചൈനീസ് നീക്കങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ 14 റഡാറുകളും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. വ്യോമ പ്രതിരോധത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം ശത്രുവിനെ കണ്ടെത്തുന്ന സെൻസർ ലെയർ, പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന കമാൻഡ് കൺട്രോൾ യൂണിറ്റ്, മൂന്നാമതായിട്ട് ശത്രുവിനെ വെടിവെച്ചിടുന്ന ഫയറിംഗ് ലെയർ. നമ്മുടെ ഈ പുതിയ റഡാറുകൾ സെൻസർ ലെയറിൽ നിന്നുകൊണ്ട് ചുറ്റുപാടും നിരീക്ഷിക്കും. ശത്രുവിനെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആ വിവരം ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിട്ടുള്ള IACCS, അതായത് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന കമാൻഡ് സെൻറ്ററിലേക്ക് കൈമാറും. ആകാശത്തുള്ള അവേക്സ് വിമാനങ്ങൾ, മറ്റു ചെറിയ റഡാറുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളും IACCSൽ എത്തും. വിവരം ലഭിച്ചാലുടൻ IACCS ഫയറിംഗ് ലെയറിലേക്ക് നിർദ്ദേശം നൽകും. ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള അതിശക്തമായ പ്രൊജക്ട് കുശ മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കുന്നത് ഈ പുതിയ റഡാറുകളായിരിക്കും. ഇതിനു പുറമെ MRSAM, QRSAM, ആകാശ് NG എന്നീ മിസൈലുകൾക്കും ഈ റഡാറുകൾ ഗൈഡൻസ് നൽകും. ശത്രുക്കൾ ആദ്യമേ തന്നെ നമ്മുടെ ഈ റഡാറുകളെ തകർക്കാനായിട്ട് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത് തടയാനായിട്ട് ഓരോ റഡാറിൻ്റെ ചുറ്റും ആകാശ്, QRSAM തുടങ്ങിയ മിസൈലുകൾ കാവലായിട്ട് വിന്യസിച്ചിട്ടുണ്ടാവും. ചുരുക്കത്തിൽ ഈ 14 റഡാറുകൾ വരുന്നതോടെ ഇന്ത്യൻ ആകാശം ഒരു ഇരുമ്പ് മറയാൽ സംരക്ഷിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഈ റഡാറുകൾ എപ്പോഴാണ് പൂർണ്ണമായിട്ടും സജ്ജമാകുക എന്ന്. 1950 കോടി രൂപയുടെ കരാർ 2026 മാർച്ച് 31 ഒപ്പുവെച്ചത്. സൈനിക പ്രൊജക്റ്റുകളിൽ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് വിന്യസിക്കാനായിട്ട് കുറച്ച് വർഷങ്ങൾ എടുക്കാറുണ്ട്. LNT നിർമ്മിക്കുന്ന 12 HPR റഡാറുകളുടെ നിർമ്മാണം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. BLന് ലഭിച്ച 2 മൗണ്ടൻ റഡാറുകളുടെ കരാറിൽ നിർമ്മാണം, വിതരണം, ഇൻസ്റ്റലേഷൻ, കമ്മീഷനിങ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് അടുത്ത 2 മുതൽ 3 വർഷത്തിൻ്റെ ഉള്ളിൽ, അതായത് 2028-29 കാലഘട്ടത്തിൽ ഈ റഡാറുകളെല്ലാം തന്നെ അതിർത്തികളിൽ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാകും. ഇത് ഇന്ത്യയുടെ മറ്റൊരു വലിയ പദ്ധതിയായിട്ടുള്ള പ്രൊജക്ട് കുശയുടെ സമയപരിധിയുമായിട്ട് കൃത്യമായിട്ട് ഒത്തുപോകുന്നുമുണ്ട്. 400 കിലോമീറ്റർ റേഞ്ചുള്ള കുശ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ ഇപ്പോൾ വിജയകരമായിട്ട് നടക്കുകയാണ്. 2028-2030 കാലയളവിലാണ് അവയും വ്യോമസേനയുടെ ഭാഗമാകുക. അതായത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ സ്വന്തം റഡാറുകളും ഇന്ത്യയുടെ സ്വന്തം മിസൈലുകളും ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എയർ ഡിഫൻസ് നെറ്റ്വർക്ക് നമ്മുടെ രാജ്യത്തിന് സ്വന്തമാകും. യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും നമ്മൾ കണ്ട ഏറ്റവും വലിയ പാഠം ഡ്രോണുകളുടെയും ക്രൂസ് മിസൈലുകളുടെയും ഭീഷണിയാണ്. എത്ര വലിയ സൈന്യമായാലും റഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറന്നു വരുന്ന ഡ്രോണുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉറപ്പാണ്.
ചൈനയും പാകിസ്ഥാനും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും പുതിയ പോർവിമാനങ്ങളിലും വലിയ നിക്ഷേപമാണ് നടത്തുന്നതെന്നുള്ളത് നമുക്കറിയാം. അതിർത്തിയിലെ പർവ്വതനിരകളുടെ മറപിടിച്ച് അവർ നടത്തുന്ന ഏത് നീക്കത്തെയും മുളയിലെ നുള്ളിക്കളയാനായിട്ട് ഈ പുതിയ മൗണ്ടൻ റഡാറുകൾ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഇതിലെ ഏറ്റവും അഭിമാനകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ സ്വന്തം കമ്പനികളായ BEL-ഉം L&Tയുമാണ്. സാങ്കേതികമായിട്ട് നമ്മൾ മറ്റാരെയും ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രൊജക്റ്റിലൂടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ഒട്ടേറെ ചെറുകിട കമ്പനികൾക്ക് വളരാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വിദേശ നിർമ്മിത S-400 പോലെയുള്ള സിസ്റ്റങ്ങൾക്ക് ഒരു മികച്ച പകരക്കാരനായിട്ട് മാറാനായിട്ട് നമ്മുടെ തദ്ദേശീയ സിസ്റ്റങ്ങൾക്ക് കഴിയുന്നു എന്നതൊരു വലിയ വിജയമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇത്തരം കൂടുതൽ ഡിഫൻസ് വാർത്തകൾക്കും ലളിതമായ സാങ്കേതിക വിശകലനങ്ങൾക്കുമായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.